13 വർഷത്തിനു ശേഷം അന്ന് ഇന്ത്യയൊട്ടാകെ ചർച്ച ചെയ്ത ആ പീഡനക്കേസിൽ ഇന്ന് വിധി വന്നിരിക്കുന്നു. പ്രതിസ്ഥാനത്ത് ആരായിരുന്നു എന്നുള്ളതാണ് ഈ കേസിനെ ഇത്രയും കാലത്തിന് ശേഷവും സുപ്രധാനമാക്കുന്നത്. അത് തരുൺ തേജ്പാൽ ആയിരുന്നു. ഇന്ത്യയുടെ രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ഒരു കാലത്ത് ഞെട്ടിച്ച തെഹൽക്കെ എന്ന മാസികയുടെ സ്ഥാപകനും എഡിറ്ററുമായിരുന്ന മാധ്യമ പ്രവർത്തകൻ, അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിന് പേരുകേട്ട തെഹൽക്കെയും തരുൺ തേജ്പാലും അവർ കൊണ്ടുവന്ന ഒരു സ്കൂപ്പ് ന്യൂസ് ബ്രേക്കിംഗിനും അപ്പുറം തലക്കെട്ടുകളിൽ നിറഞ്ഞ കേസായിരുന്നു ആ പീഡനക്കേസ്. ഇന്ന് ഈ കേസിൽ തരുൺ തേജ്പാലിന് ബോംബെ ഹൈക്കോടതിയുടെ ഗോവ ബെഞ്ച് 10 വർഷം തടവ് ശിക്ഷയും 10 ലക്ഷം രൂപ പിഴയും വിധിച്ചു. 2021 ഗോവ സെഷൻസ് കോടതി തേജ്പാലിനെ കുറ്റവിമുക്തനാക്കിയതിനെ തുടർന്ന് സർക്കാരിന്റെ അപ്പീലിലാണ് ഹൈക്കോടതിയുടെ ശിക്ഷാവിധി 13ാം വർഷം വരുന്നത്. ഈ സ്റ്റോറി ഞങ്ങൾ ന്യൂസ് റൂമുകളിൽ പൊതുവെ വാർത്തകളെ പറയുക സ്റ്റോറി എന്നാണ്. ഈ സ്റ്റോറി തുടങ്ങുന്നത് 13 വർഷം മുൻപുള്ള നവംബർ 7-8 തീയതികളിലാണ്. അന്ന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വായിക്കാൻ ഏറ്റവും കൂടുതൽ പേർ കാത്തിരുന്ന പ്രസിദ്ധീകരണങ്ങളിൽ ഒന്നാണ് തെഹൽക്ക. ഈ വാർത്തയ്ക്ക് ആധാരമായ സംഭവം 2013-ലാണെങ്കിലും തരുൺ തേജ്പാൽ എങ്ങനെ രാജ്യം മുഴുവൻ ശ്രദ്ധിക്കുന്ന മാധ്യമ പ്രവർത്തകനായി എന്നറിയണമെങ്കിൽ തെഹൽക്കയുടെ ചരിത്രം കൂടി ചെറുതായൊന്നറിയണം. 2000-ലാണ് തെഹൽക്കയുടെ തുടക്കം. ആദ്യം വെബ്സൈറ്റ് ആയിരുന്നു. ഔട്ട്ലുക്ക് എന്ന വമ്പൻ ഹിറ്റ് മാസിക വിട്ട് തരുൺ തേജ്പാലും അനിരുദ്ധ ബഹലും ചേർന്ന് തുടക്കമിട്ട പ്രസ്ഥാനം. 2000-2001 കാലത്തെ ക്രിക്കറ്റ് ഒത്തുകളി, 2001 പ്രതിരോധ രംഗത്തെ അഴിമതി പുറത്തു കൊണ്ടുവന്ന ഓപ്പറേഷൻ വെസ്റ്റ് എൻഡ് തുടങ്ങിയ വമ്പൻ സ്റ്റിംഗ് ഓപ്പറേഷനുകളാണ് തെഹൽക്ക നടത്തിയത്. ഓപ്പറേഷൻ വെസ്റ്റ് എൻഡിൽ മലയാളി മാധ്യമ പ്രവർത്തകനായ മാത്യു സാമുവലും പങ്കാളിയായിരുന്നു. അന്നത്തെ രാഷ്ട്രീയ അധികാര മണ്ഡലത്തെ ഞെട്ടിച്ച വിറപ്പിച്ച സംഭവമായി ഇത് മാറിയതോടെ തെഹൽക്ക അവരുടെ കണ്ണിലെ കരടായി. നിലനിൽപ്പ് അപകടത്തിലായി, പ്രതിസന്ധിയിലായി. 2002 അവസാനമൊക്കെ ആയപ്പോഴേക്ക് നിലനിൽപ്പില്ലാത്ത വിധം കടം കയറി. മറുവശത്താകട്ടെ രാഷ്ട്രീയക്കാരുടെ പ്രതികാരവും. 100-ലേറെയുണ്ടായിരുന്ന തെഹൽക്കയിലെ ജീവനക്കാരുടെ എണ്ണം 3 ചുരുങ്ങി. അനിരുദ്ധ ബഹൽ, തരുൺ തേജ്പാൽ, മാത്യു സാമുവൽ. അനിരുദ്ധ ബഹൽ ഈ കൂട്ടിനോട് വിട പറഞ്ഞ് 2004 കോബ്ര പോസ്റ്റ് എന്ന പുതിയ സ്ഥാപനം തുടങ്ങി. തേജ്പാൽ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. സഹകരിക്കാൻ മനസ്സുള്ള നിരവധി പേരുടെ സഹായത്തോടെ തരുൺ തേജ്പാൽ തെഹൽക്ക പുനഃപ്രസിദ്ധീകരിച്ചു. ഒരുതരം ക്രൗഡ് ഫണ്ടിംഗ് മോഡലിലായിരുന്നു ഇത് പുനഃപ്രസിദ്ധീകരിച്ചത്. ടാബ്ലോയിഡ് പത്രത്തിന്റെ രൂപത്തിലായിരുന്നു തെഹൽക്ക 2ാം ഊഴത്തിൽ ആദ്യം പുറത്തു വന്നത്. 2007 മാസികയായി. ഇതോടെ ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ മാധ്യമം എന്ന പേര് തെഹൽക്കയ്ക്ക് സ്വന്തമായി. സ്വാഭാവികമായും ആ സൽപ്പേരിന്റെ ക്രെഡിറ്റ് തരുൺ തേജ്പാലിനുമായി. ജനങ്ങളുടെ മാധ്യമം എന്നാണ് അരുന്ധതി റോയും ശശി തരൂരുമൊക്കെ തെഹൽക്കയെ വിളിച്ചത്. എന്തായാലും ആ 2ാം വരവ് വലിയൊരു വളർച്ചയായിരുന്നു. ചരിത്രത്തിൽ നിന്ന് ഇനി കേസിലേക്ക് വരാം. 2011 ആയപ്പോൾ ഗോവയിൽ തെഹൽക്കയുടെ ആഭിമുഖ്യത്തിൽ ജയ്പൂർ സാഹിത്യോത്സവ മാതൃകയിൽ സാഹിത്യോത്സവവും തുടങ്ങി. തിങ്ക് ഫെസ്റ്റ് ആയിരുന്നു ആ പേര്. 2013 നവംബറിലായിരുന്നു ഇത് ഗോവയിൽ നടക്കുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള എഴുത്തുകാരും ചലച്ചിത്ര പ്രവർത്തകരും എല്ലാം പങ്കെടുക്കുന്ന ഒരു ഹൈഫൈ ചർച്ചാ പരിപാടി. തരുൺ തേജ്പാലും തെഹൽക്കയിൽ നിന്നുള്ള സംഘാടക പ്രതിനിധികളും ഇവിടെയുള്ള ഒരു 5 നക്ഷത്ര ഹോട്ടലിലായിരുന്നു താമസം. 7-ാം തീയതിയും 8-ാം തീയതിയും ഈ ഹോട്ടലിലെ ലിഫ്റ്റിൽ വെച്ച് തന്നെ പീഡിപ്പിക്കാൻ തരുൺ തേജ്പാൽ ശ്രമിച്ചെന്ന പരാതിയുമായി ഒരു വനിതാ ജൂനിയർ റിപ്പോർട്ടർ രംഗത്തെത്തി. ഇതോടെ ഇന്ത്യ മുഴുവൻ നെഞ്ചിടിപ്പോടെ മാത്രം കേട്ട ആ പേരുകാരന്റെ മുഖം മൂടി അഴിഞ്ഞു വീഴുകയായിരുന്നു. നവംബർ 7-ന് ലിഫ്റ്റിൽ വെച്ച് തന്നെ കടന്നു പിടിച്ച് തന്റെ അനുവാദമില്ലാതെ ചുംബിച്ചുവെന്നും ശാരീരികമായി ചൂഷണം ചെയ്യാൻ ശ്രമിച്ചുവെന്നും പിറ്റേ ദിവസം മറ്റൊരു ലിഫ്റ്റിൽ വെച്ചും സമാനമായി ലൈംഗികമായി ചൂഷണം ചെയ്യാൻ ശ്രമിച്ചുവെന്നുമായിരുന്നു പരാതി. ഇതെല്ലാം പെൺകുട്ടിയുടെ നോ അവഗണിച്ചായിരുന്നു എന്നത് കേസിന്റെ ഗൗരവം വർദ്ധിപ്പിച്ചു. ആദ്യം പരാതി പോലീസിന് നൽകാതെ കമ്പനിക്കുള്ളിൽ തന്നെ നൽകിയതിനാൽ നടപടികളിൽ ചെറിയ കാലതാമസമുണ്ടായി. പോലീസിന് ലഭിച്ച ഇമെയിൽ പ്രകാരം പരാതിക്കാരിയുടെ മേൽ തൊഴിൽപരമായ അധിപൻ എന്ന പദവി വഹിക്കുന്നതിനാലും
ഗുരുതരമായ കുറ്റമാണ് ചെയ്തത് എന്നതിനാലും തേജ്പാലിനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തണമെന്ന് തീരുമാനിച്ചു. ഹോട്ടലിലെ CCTV, സാക്ഷിമൊഴികൾ, ഹോട്ടൽ രേഖകൾ എന്നിവ നിർണായക തെളിവായി. തരുൺ തേജ്പാലിനെ ഗോവ പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റിന് പിന്നാലെ തെഹൽക്ക എഡിറ്റർ ഇൻ ചീഫ് സ്ഥാനം തരുൺ തേജ്പാൽ ഒഴിഞ്ഞു. മാനേജിംഗ് എഡിറ്ററായിരുന്ന ഷോമ ചൌധരിയും രാജിവെച്ചു. പിന്നീട് ദീർഘകാലം മലയാളിയായ മാത്യു സാമുവേലായിരുന്നു തെഹൽക്കയുടെ മാനേജിംഗ് എഡിറ്റർ. ബലാത്സംഗം, നിയമവിരുദ്ധമായി തടഞ്ഞുവെക്കൽ, സ്ത്രീത്വത്തെ അപമാനിക്കൽ എന്നിവയായിരുന്നു ചുമത്തിയ കുറ്റങ്ങൾ. ക്ഷമാപണ ഇമെയിലുകൾ കേസ് റദ്ദാക്കാൻ മതിയായ കാരണമല്ലെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. പരസ്പര സമ്മതമുണ്ടായിരുന്നെന്നും CCTV ഫുട്ടേജ് പ്രോസിക്യൂഷൻ തെറ്റായി വ്യാഖ്യാനിച്ചെന്നുമായിരുന്നു തേജ്പാലിന്റെ വാദങ്ങൾ. തുടർന്ന് 2021 പരാതിക്കാരിയുടെ വാദങ്ങൾ അവ്യക്തമാണെന്ന് ചൂണ്ടിക്കാട്ടി ഗോവ സെഷൻസ് കോടതി തേജ്പാലിനെ കുറ്റവിമുക്തനാക്കി. എന്നാൽ അന്ന് തേജ്പാലിനെ കുറ്റവിമുക്തനാക്കിയതുകൊണ്ട് മാത്രം കേസ് തീർന്നില്ല. വിധി പറഞ്ഞ് ജഡ്ജിക്കെതിരെ നിയമവിദഗ്ധരും വനിതാ പ്രവർത്തകരും രംഗത്തെത്തി. തുടർന്നാണ് സെഷൻസ് കോടതി വിധിക്കെതിരെ ബോംബെ ഹൈക്കോടതിയിൽ ഗോവ സർക്കാർ അപ്പീൽ നൽകുന്നത്. കേസിൽ വിശദമായ വാദം കേട്ടാണ് ഇന്ന് വിധി പറഞ്ഞത്. രാവിലെ തന്നെ തരുൺ തേജ്പാൽ കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചു. ഉച്ചയ്ക്ക് ശേഷമാണ് ശിക്ഷാവിധി പ്രഖ്യാപിച്ചത്. കീഴടങ്ങാൻ തേജ്പാലിന് 2 ആഴ്ച സമയം അനുവദിച്ചിട്ടുണ്ട്. Yes, the accused has been convicted and for all the sections that he was charged, and he's been sentenced amongst all the offences for 10 years rigorous imprisonment and of compensation of fine amount of 5 lakhs. And now the order has still not been uploaded, so we will read the judgment to see what are the reasonings that have been. Sorry? कितना challenging था आपके लिए? Every court case is a challenge, so it was challenging, but we have finally justice has been served. എന്തായാലും കേസ് ഇവിടെ കൊണ്ട് അവസാനിക്കുന്ന ലക്ഷണമില്ല. ബോംബെ ഹൈക്കോടതി ഗോവ ബെഞ്ചിന്റെ വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് തരുൺ തേജ്പാൽ പറഞ്ഞു കഴിഞ്ഞു. കോടതി തെളിവുകൾ വേണ്ട വിധം പരിശോധിച്ചില്ലെന്നായിരുന്നു വിധി കേട്ട ശേഷം തരുൺ തേജ്പാലിന്റെ പ്രതികരണം. हम लोग अभी इसको अपील करेंगे सुप्रीम कोर्ट में, ठीक है ना. हम लोग बिल्कुल नाखुश हैं इस जजमेंट से. हमें लगता है कि बेंच ने हमारा जो एक्चुअल मटेरियल था, एविडेंस था, उसको अप्रिशिएट नहीं किया है. तो हम लोग उसको अपील कर देंगे और आपको बता के देंगे कि क्या हो रहा है, ठीक है. नहीं, उससे पहले अगर अपील होगा तो अपील होगा, वो तो टाइम बताएगा ना. आपको एडवांस में कैसे हम बता दें बॉस? कितना टाइम दिया अभी आपको? अभी 4 हफ्ते के लिए. सर 13 साल से केस चल रहे थे, कैसे देखते हैं? मैंने जज को बोला, आप लोग जो कोर्ट में थे हमने सुना होगा, मैंने बोला मैं एक पॉलिटिकल विक्टिम हूँ. मेरे को तेहलका की जो पत्रकारिता है उसके चलते हुए मेरे को पीछे 13 साल से सरकार पड़ी है, और मैं अकेला नहीं हूँ इसमें. बहुत सारे लोग हैं जो सरकार की नीतियों से या मानते नहीं या वाकिफ नहीं है ज़्यादा. उन लोगों की भी सरकार पड़ जाती है. इस टाइप की सरकार है, हमारी सरकार है, आपकी भी है, मेरी भी है. अब क्या करें? കേസിന്റെ അന്തിമ വിധി എന്തു തന്നെയായാലും വലിയ ചർച്ചകൾക്കാണ് ജൂനിയർ വനിതാ റിപ്പോർട്ടറെ തരുൺ തേജ്പാൽ എന്ന എഡിറ്റർ പീഡിപ്പിച്ച കേസ് വഴിവെച്ചത്. തൊഴിലിടത്തിലെ ലൈംഗിക പീഡന കേസുകളിൽ കൺസെന്റ് എന്നാൽ അതിനുള്ള കൃത്യമായ നിർവചനം, കീഴുദ്യോഗസ്ഥരുടെ മേൽ ലൈംഗികമായി മേലുദ്യോഗസ്ഥരുടെ ചൂഷണം, ലൈംഗിക ചൂഷണ കേസുകളിൽ പരാതിക്കാരിയുടെ മൊഴിയെ പരിഗണിക്കുന്ന രീതി എന്നിവയൊക്കെ വലിയ തോതിൽ രാജ്യം ചർച്ച ചെയ്തു. നോ എന്നാൽ അത് നോ എന്ന് തന്നെയാണെന്ന് നിർവചിക്കുന്നതിനാണ് ഈ കേസ് വഴിവെച്ചതെന്ന് ഇന്നത്തെ ശിക്ഷാവിധിയോടെ നമുക്ക് നിസ്സംശയം പറയാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.